വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. നികുതി ഇളവ് നൽകിക്കൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കാനാണ് ശ്രമം. ലഹരിക്ക് വീര്യം കുറഞ്ഞത് കൂടിയത് എന്ന വിശേഷണം തന്നെ ആവശ്യമില്ല. മൃഗീയ ഭൂരിപക്ഷം നൽകി ജനം സർക്കാരിന് അധികാരത്തിലേറ്റിയിരിക്കുന്നത് ലഹരിയുടെ അടിമയാക്കാനല്ലെന്നും ഓർത്തഡോക്സ് സഭ. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, നേരത്തെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് AP സമസ്തയുടെ ഭാഗത്തു നിന്നൊക്കെ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ ഓർത്തഡോക്സ് സഭ വരുന്നു. സർക്കാരിന് മേൽ സമ്മർദ്ദം കൂടുകയാണോ? എന്താണ് ഓർത്തഡോക്സ് സഭയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? രൂക്ഷമായ ഭാഷയിലാണ് ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ ഇപ്പോൾ രംഗത്തെത്തുന്നത്. പ്രത്യേകിച്ച് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഇളവ് നൽകാനുള്ള, നികുതിക്ക് ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ ആണ് ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ തീരുമാനമെന്ന് പറയുന്നത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കുന്നതാണ് എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട വിമർശനമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യമെന്നോ വീര്യം കൂടിയ മദ്യമെന്നോ അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള തരംതിരിവ് ഒന്നും തന്നെ ഇല്ല. അതിനൊപ്പം തന്നെ ആൾക്കാർ, ഈ പ്രത്യേകിച്ച് യുവതലമുറ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇത്തരത്തിൽ ഇളവ് ലഭിക്കുമ്പോൾ വീര്യം കൂടിയ മദ്യത്തിലേക്ക് അന്വേഷിച്ച് പോകില്ല എന്നതായിരുന്നു സർക്കാരിന്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്. അതിനെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് ഓർത്തഡോക്സ് സഭ. അത്തരത്തിലുള്ള വാദങ്ങൾ പോലും യുക്തിരഹിതമാണ് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്. മാത്രമല്ല, അതിനൊപ്പം വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കിയാൽ അത് പൂർണ്ണമായും യുവസമൂഹത്തെ പൂർണ്ണമായും വഴിതെറ്റിക്കും. ജനം മൃഗീയമായ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ ജനം പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ജനത്തെ ലഹരിയുടെ അടിമയാക്കാനല്ല, അത്തരത്തിലൊരു വലിയ ഭൂരിപക്ഷം UDF നൽകിയതെന്ന് കൂടി ഓർത്തഡോക്സ് സഭ ഓർമ്മിപ്പിക്കുന്നു.